പക്ഷെ കുറച്ചുകൂടെ ബ്രൂട്ടൽ വേണമായിരുന്നു. ഇനിയും ഇത് കുറച്ച് കുറഞ്ഞ പോലെ വില്ലനെ പെട്ടെന്ന് കൊന്ന പോലെ വില്ലനെ കുറച്ചുകൂടെ ബ്രൂട്ടലായിട്ട്. ഇത് ആക്ച്വലി ഒരു ചാലഞ്ച് ആയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും എടുത്ത് തന്നെയാണ് കാണാറുള്ളത്. പക്ഷെ അതൊക്കെ സിനിമയുടെ ഇതായിട്ട് തന്നെ എടുത്താൽ മതി. അതല്ലാതെ മനസ്സിലെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇൻഫ്ലുവൻസ് വരേണ്ട ആവശ്യമില്ല. പറയാൻ വാക്കുകളില്ല. മാർക്കോ അടിപൊളി, പക്ഷെ കുറച്ചുകൂടെ ബ്രൂട്ടൽ വേണമായിരുന്നു. ഇനിയും ഇത് കുറച്ച് കുറഞ്ഞ പോലെ വില്ലനെ പെട്ടെന്ന് കൊന്ന പോലെ വില്ലനെ കുറച്ചുകൂടെ ബ്രൂട്ടലായിട്ട് കൊല്ലണമായിരുന്നു. വില്ലനെ പെട്ടെന്ന് കൊന്നത്. അതെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാം സെറ്റായിരുന്നു. വില്ലന് നൈസാണ്. ഏകദേശം മറ്റേ ഉണ്ണിമുന്നന്റെ അടുത്ത് എത്ര രീതി കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് കൊന്ന പോലെ. സൂപ്പർ പടമാണ്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഈക്വലി വർത്ത് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. നല്ല വയലൻസ് ആണ്. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളിൽ വെച്ചിട്ട് ലൈക്ക് ഒരു നമ്മൾ ഭയങ്കര ത്രില്ല് അടുപ്പിച്ച് എടുത്തിരിക്കുന്നത് ഇപ്പോൾ മാർക്കോ. അതെ ഇത് ആക്ച്വലി ഒരു ചാലഞ്ച് ആയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും എടുത്ത് തന്നെയാണ് കാണാറുള്ളത്. ഇല്ല സെക്കൻഡ് ഹാഫ് കുറച്ചൊന്ന് ഇതായി, പക്ഷെ എന്നാലും കുഴപ്പമില്ല. സൂപ്പർ ലൈക്ക് ഈച്ച് ആൻഡ് എവ്രി വൺ സൂപ്പർ. അതായത് അവര് ലൈക്ക് നമ്മളെ അഭിനയിക്കണം തോന്നില്ല. അതായത് നമ്മളതിനെ പിടിച്ചിരുത്തും അവര്. സൂപ്പർ, ഒന്നും പറയാ. ലൈക്ക് ഒരു കംബാക്ക് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. അത് ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. അത് ലൈക്ക് ക്ലൈമാക്സ് സീൻ ഫുൾ ഞങ്ങൾ ഈച്ച് ആൻഡ് എവ്രി വൺ ലൈക്ക് നമ്മൾ പിടിച്ചിരുത്തായിരുന്നു. അത്യാവശ്യം നല്ല വയലൻസ് ഉണ്ടായിരുന്നു. എന്റെ വൈഫാണ് നേരത്തെ പറഞ്ഞത്. കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. വില്ലന്മാരാണ് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയത്. ഉണ്ണിമുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ഹൈപ്പിൽ നിൽക്കുന്ന വില്ലന്മാരായിരുന്നു. എനിക്ക് തോന്നുന്നു കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞെന്ന് സംശയമുണ്ട്. ജഗദീഷ് കുറച്ചും കൂടെ ഒരു വയലന്റ് ക്യാരക്ടർ ആണെന്ന് ഞാൻ കേട്ടായിരുന്നു. പക്ഷെ അതിന്റെ അത്ര എത്തിയില്ല. നല്ലതാണ് കൈവച്ചിട്ടുണ്ട്. കുറച്ച് നമുക്ക് കാണാൻ ചില സീൻസ് കാണാൻ മനസ്സിലായത് കട്ട് ചെയ്ത സീൻസ് ആണെന്ന് മനസ്സിലാവുക. മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ അത്യാവശ്യം നല്ല വയലന്റ് പടമാണ്. ഇതിന് തൊട്ട് മുന്നേ അറിയാം കില്ലിന്റെ കാര്യം ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു പടം തന്നെയാണ്. ശരി, താങ്ക് യു. കുഴപ്പമില്ല, പക്ഷെ അതൊക്കെ സിനിമയുടെ ഇതായിട്ട് തന്നെ എടുത്താൽ മതി. അതല്ലാതെ മനസ്സിലെടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇൻഫ്ലുവൻസ് വരേണ്ട ആവശ്യമില്ല. സിനിമയായിട്ട് കണ്ടാൽ നല്ലതാണ്. നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാരും നന്നായിട്ടുണ്ടായിരുന്നു. ജഗദീശേട്ടനും നട്ടിച്ചായിരുന്നു, ഉണ്ണി മുകുന്ദൻ, സുനു, എല്ലാരും നന്നായിരുന്നു. പൊളി. കണ്ടായിരുന്നോ? അടിപൊളി. അതെ, ഇങ്ങനെയുള്ള മൂവീസ് വരുന്നതിന് പ്രശ്നമില്ല. പക്ഷെ അതൊന്നും ഒരു കാരണവശാലും ജനങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആവരുത് എന്നുണ്ട്. അതായത് ഇപ്പൊ ദൃശ്യം മോഡൽസിന് അതുപോലെ കൊലപാതകങ്ങളൊന്നും ഉണ്ടാവാതെ സിനിമയായിട്ട് കാണുക, പെർഫോമൻസ് ആയിട്ട് കാണുക, ഇറങ്ങുമ്പോൾ അതങ്ങ് വിട്ടിട്ട് വരിക. അല്ല, അത് ഫാമിലി ഇൻഫ്ലുവൻസ്ഡ് ആവാം, കുഴപ്പമൊന്നുമില്ല. ഫാമിലി ആയിട്ട് ഓറിയന്റഡ്. ഞാനും ഹസ്ബൻഡുമായിട്ടാണ് വന്നത്. കുഴപ്പമൊന്നുമില്ല, കാണാം, നന്നായിട്ട് എൻജോയ് ചെയ്യാം. നന്നായിട്ട് അത് കണ്ടിട്ട് അത് അവിടെ വിട്ടിട്ട് വരിക. പിന്നെ മനസ്സിൽ കൊണ്ട് നടക്കരുത് ആരും. നല്ല വയലൻസ് ആണ്. കേരളയിൽ ഇതുവരെ ഞാൻ കണ്ട മലയാളം മൂവീസിൽ ഏറ്റവും വയലന്റ് ആയിട്ടുള്ള ഒരു കൊള്ളാം. സെക്കൻഡ് ഹാഫ് സെറ്റ് തന്നെ. കണ്ടിറങ്ങിയിൽ എന്താ പറയണ, വയലൻസിന്റെ കാര്യത്തില് പക്ക. ഇപ്പൊ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ ഏറ്റവും അടിപൊളി ഇത് തന്നെയാണ്. ഇതാണ് ഒരു ട്രെൻഡ് മാർക്ക്. ഇന്ന് അതിന്റെ അപ്പുറം വരണം. വിഷയം സ്വാഗൊക്കെ അടിപൊളിയാണ്. എല്ലാരും അടിപൊളിയാണ്. ഉണ്ണിമുന്നന്റെ സ്വാഗാണ് ശരിക്കും പറഞ്ഞത്. വില്ലനാണ് മെയിൻ വില്ലൻ. അപ്പൊ ആരാണ് പുള്ളി അടിപൊളിയാ. പുള്ളിയും മറ്റേ രണ്ടുപേരും അവർ രണ്ടുപേരാണ് ശരിക്കും തകർത്തേക്കണത്. അവരാണ് ഒരു ലെവൽ കീപ്പ് ചെയ്ത്. ലോലൻ അങ്ങനെയൊന്നുമില്ല, എന്നാലും ഫാമിലീസിന് ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെ യൂത്തിനൊക്കെ അടിപൊളിയായിരുന്നു. ആക്ഷനൊക്കെ ഉണ്ട്. പക്ഷെ ലാസ്റ്റ് ഒരു വില്ലനെ കൊല്ലാൻ സീൻ ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയെല്ലാം സൂപ്പർ. പറയാൻ വാക്കുകളില്ല. ഇല്ല, നല്ല പടമായിരുന്നു. ബ്രൂട്ടൽ കില്ല് അടിപൊളിയായിരുന്നു. പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് കാണുന്നതല്ലേ നല്ലത്. കാണാത്തവര് വന്ന് കാണുന്നതായിരിക്കും നല്ലത്. അതെ, കൈൻഡ് ഹാർട്ട് ആയിട്ടുള്ള ആരും വരായിരിക്കും നല്ലത്.